നമസ്കാരം, അഖിലാണ്. ഏറെ വിഷമകരമായ ഒരു വാർത്തയാണ് നമ്മളെ കടന്നെത്തിയിരിക്കുന്നത്. ഒരു 17 വയസ്സുകാരിയുടെ ഫോണിൽ നിന്ന് അവസാനമായ പോയ ഒരു സന്ദേശമാണ്. എനിക്കിത് ആരോടും പുറത്തു പറയാൻ കഴിയില്ല, എനിക്ക് നിങ്ങളെ ഉടൻ തന്നെ കാണണം. പിന്നീട് അവരുടെ വീട്ടുകാർ അറിയുന്നത് ചിന്നിച്ചിതറിയ നിലയിൽ കാണപ്പെടുന്ന ഒരു 17 വയസ്സുകാരിയുടെ സ്വന്തം മകളുടെ മൃതദേഹമാണ് ഒരു അച്ഛൻ 2 കൈകളും നീട്ടി ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ട്രെയിൻ മുന്നിൽ ചാടി മരിച്ച 2 വ്യക്തിത്വങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 17 വയസ്സുകാരിയായ ദേവിക എന്ന ഒരു യുവതിയും 38 വയസ്സുകാരനായ ശ്രീജിത്ത് എന്ന യുവാവിനും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹരിപ്പാട് കരുവാറ്റ സ്വദേശിയായ ശ്രീജിത്ത് 38 വയസ്സ്, വിവാഹിതനാണ്, 2 കുട്ടികളുടെ അച്ഛനാണ്. 17 വയസ്സ് മാത്രമുള്ള ദേവിക +1 വിദ്യാർത്ഥിയാണ് ഹരിപ്പാട് HSS സ്കൂളിലെ. ഇവർക്കിടയിലുണ്ടായ ബന്ധം എന്താണ്? ശ്രീജിത്തിന്റെ വൈഫായ രാഗിയുടെ വീടിന് സമീപത്താണ് ദേവികയുടെ വീട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇവര് തമ്മിലുണ്ടായിരുന്ന ഒരു നല്ല സൗഹൃദം മാത്രമാണ്. പക്ഷെ ആ സൗഹൃദം എവിടെയോ തെറ്റായ രീതിയിൽ പോയിട്ടുണ്ടാവാം. ആ ഒരു സൗഹൃദത്തിന്റെ പേരിൽ അവർക്കുണ്ടായ ബന്ധങ്ങളാണ് ഇന്നലെ ഒരു ട്രെയിനിന്റെ മുന്നിൽ അവരെ അവസാനിപ്പിച്ചത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളെ തേടി വന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഹരിപ്പാട് കരുവാറ്റ എന്ന അധികം ആരും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ അധികം ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പുകൾ ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനെ രാവിലെ 10 മണി മുതൽ നിലയുറപ്പിച്ച രീതിയിലായിരുന്നു ശ്രീജിത്തിനെയും ദേവികയും അവിടുത്തെ ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചത്. അധികം സംശയം, അല്ലെങ്കിൽ അധികം സംശയം ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു സ്റ്റേഷനാണ് കരുവാറ്റ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ട്രെയിനുകൾക്ക് ഹാൾട്ടിങ് അല്ലെന്നുണ്ടെങ്കിൽ ലൈൻ ക്രോസ് ചേഞ്ചിങ്ങിന് വേണ്ടി മാത്രമാണ് അവിടെ ട്രെയിൻ നിർത്തുന്നത്. അത്തരം ഒരു സ്റ്റേഷനിൽ അവർ എന്തിനു നിൽക്കണമെന്ന് ഗേറ്റ് കീപ്പറിന് ആദ്യം തന്നെ ഒരു സംശയം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ ഗേറ്റ് കീപ്പറിന്റെ മുന്നിൽ വെച്ച് തന്നെയായിരുന്നു ആ ദാരുണമായ സംഭവം ഉണ്ടായത്. ഏകദേശം 11 മണിയോടുകൂടി കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്ന സമയത്ത്, അതിവേഗതയിൽ കടന്നു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് അവിടെ വളവുകളോ ചെരുവുകളോ ഒന്നും ഇല്ലാത്ത ട്രാഫിക് ലൈൻ ആയതുകൊണ്ട് ദീർഘദൂരത്ത് നിന്ന് വളരെ വേഗതയിൽ വരുന്ന ട്രെയിൻ ആയിരുന്നു ആ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ ട്രെയിൻ വളരെ അടുത്തെത്തുന്ന സമയത്തായിരുന്നു ശ്രീജിത്തും ദേവികയും ആ ട്രെയിനിലെ മുന്നിലേക്ക് എടുത്തു ചാടുന്ന കണ്ട ഗേറ്റ് കീപ്പർ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രദേശത്തെ മൊത്തം കണ്ണീരിലാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ശ്രീജിത്തിന്റെയും ദേവികയുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ ആ ഒരു നാട് മൊത്തം ചിന്തിക്കുന്നത്, എങ്ങനെ ഇത് സംഭവിച്ചു, എന്താണ് ഇതിന്റെ പിന്നിലെ പ്രശ്നം? ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. കാരണം ശ്രീജിത്തിന്റെ വൈഫിന്റെ രാഗിയുടെ വീടിന് സമീപത്താണ് ദേവികയുടെ വീട്. 17 വയസ്സാണ്, +1 വിദ്യാർത്ഥിനിയാണ്. ഇവർക്കിടയിലുള്ള സൗഹൃദം എപ്പോഴാണ് വഷളായി മാറിയെന്നുള്ളതാണ് എല്ലാവരുടേത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദേവികയുടെ ഫോൺ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കാൻ ഇടയാവുകയും അതിൽ നിന്ന് മാത്രമാണ് ഈ ബന്ധത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്. ദേവിക ഇതിൽ നിന്ന് പിന്മാറ്റിക്കാനായിട്ട് അവർ കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തുകയുണ്ടായെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ആ ബന്ധം എപ്പോഴോ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പുറത്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ ഒരു കാര്യം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ഒരു അപകടം മാത്രമാണ് ഇന്നലെ ആ 2 പേരെയും മരണത്തിലേക്ക് നയിച്ചത്. നമ്മുടെ കുട്ടികൾ എപ്പോഴും നമ്മളോട് കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിരിക്കണം, നമ്മളോട് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കണം. അത്തരം ഒരു ഓപ്പൺ കോൺവെർസേഷൻ നമ്മുടെ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരമുള്ള വ്യത്യസ്തമായ, അല്ലെങ്കിൽ വേദനാപരമായിട്ടുള്ള വാർത്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. കാരണം ചിന്തിക്കണം, 38 വയസ്സുകാരനോട് ഒരു 17 വയസ്സുകാരിക്ക് പ്രണയം തോന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കണം. 17 വയസ്സാണ്, ആ കുട്ടിയുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. 38 വയസ്സുകാരന് 2 കുട്ടികൾ അടക്കമുള്ള ഒരു കുടുംബം നടത്തി പോകുന്ന ഒരു പ്രാരാബ്ധക്കാരനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ഇവർക്കിടയിൽ ചിലപ്പോൾ തമാശകളായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ 17 വയസ്സുകാരിയുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ചിലപ്പോൾ ചില ബന്ധങ്ങളൊക്കെ തുടങ്ങി പോകുന്നത്. പക്ഷെ അത് അവൾ എപ്പോഴെങ്കിലും അവരുടെ വീട്ടുകാരുടെ മുന്നിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാരോടെങ്കിലും ഒക്കെ ഒന്ന് തുറന്നു പറയാൻ ശ്രമിച്ചിരുന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിനെ ഇത്തരം ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടുന്ന് എല്ലാം അതിര് വിട്ട് ബന്ധങ്ങൾ വളർന്നു പോകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറ്റാരോടും തുറന്നു പറയാത്ത രീതിയിൽ ഓരോരോ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ ഇഷ്ടങ്ങൾ, ഓരോരോ പ്രണയങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് അവസാനം ഇത്തരമായ വേദനാപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നത്. ആ പെൺകുട്ടിക്ക് പുറത്തു പറയാൻ പറ്റാത്ത എന്ത് അപകടമായിരിക്കും സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് തെറ്റായിരിക്കും സംഭവിച്ചത്? ശ്രീജിത്തിനെ സംബന്ധിച്ച് ലോകവിവരമുള്ള വ്യക്തിയാണ്, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനെങ്കിലും ആ കുട്ടിയെ തിരുത്താമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന മൊബൈലിലൂടെ ഉണ്ടാകുന്ന അഫയേഴ്സ്, ഇതെല്ലാമാണ് ഇത്തരം പ്രശ്നങ്ങളുടെ പ്രധാനമായിട്ടൊരു കാരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒരു 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് നമ്മൾ എല്ലാവരും മാതാപിതാക്കൾ പൊതുവേ ചെയ്യുന്ന ഒരു തെറ്റാണ് ഒരു മൊബൈൽ ഫോൺ മേടിച്ചത്. മൊബൈൽ ഫോൺ വാങ്ങി നൽകുന്നത് ശരിയായിട്ടൊരു കാര്യം തന്നെയാണ്. മൊബൈൽ ഫോണിന് ഒരുപാട് നല്ല സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ അതിന് മറുവശവും ഉണ്ടെന്ന് നമ്മുടെ പേരൻസ് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുണ്ടായത്. കാരണം ഇത്തരം മൊബൈൽ ഫോണുകളിലൂടെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന തെറ്റുകളാണ് അവരെ എല്ലാം അവസാനം ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ മരണത്തിന്റെ മുന്നിലേക്ക് നമ്മളായിട്ട് തന്നെയാണ് അവരെ കൊണ്ട് തള്ളിവിടുന്നത്.
നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു മൊബൈലായിരിക്കും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. ഇത്തരം ബന്ധങ്ങളല്ലെന്നുണ്ടെങ്കിൽ എന്ത് അർത്ഥം അതാണ്? ഇപ്പം 2 കുടുംബത്തിനും ഇല്ലാതായിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ 2 കുട്ടികൾക്ക് അച്ഛൻ ഇല്ലാതായിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ 17 വയസ്സായിട്ട് വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു മകളെ തന്നെ ഒരു അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. വേദനാകരമായിട്ടുള്ള വാർത്തകളാണ് കടന്നു വരുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മളോട് തന്നെ ചേർത്ത് നിൽക്കുക, അവരുടെ പ്രശ്നങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളും നമ്മൾ അറിയാൻ ശ്രമിക്കുക. അറിയാതെ വരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അറിയാതെ പോകുന്ന നിമിഷങ്ങളിൽ നമ്മൾ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ സമ്മാനങ്ങൾ വാങ്ങി നിൽക്കുമ്പോൾ ആ സമ്മാനങ്ങൾ അവരുടെ മരണത്തിലേക്കാണ് നയിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന നമ്മൾ അത് തന്നെ നല്ലതുപോലെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ വളരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു, പഴയ കാലഘട്ടമല്ല. 2 പേരുടെയും സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്കും 4 മണിക്കും കഴിഞ്ഞതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മളിലേക്ക് വരാനിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ദേവികയെ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകളുമായി എത്തുന്നതായിരിക്കും. അഖിൽ വിഷം സൈനിങ് ഔട്ട്. ബൈ.